ഹലോ, എന്തുണ്ട് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ കുറച്ച് ദിവസമായിട്ട് വർക്ക് ട്രിപ്പിലായിരുന്നു. അപ്പം ന്യൂ ജേഴ്സിയിലായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഡ്രസ്സെല്ലാം ഞാൻ വർക്ക് കോൺഫറൻസിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ നേരത്തെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷെയർ ചെയ്യാമല്ലോ. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലാണിത്. ഇത് ശരിക്കും ഒരു കാസൽ പോലത്തെ ഹോട്ടൽ കേട്ടോ. ശരിക്കും അടിപൊളി ഹോട്ടലാണ്. കാര്യം അവിടെ തന്നെയായിരുന്നു കോൺഫറൻസും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും അടിപൊളിയായിരുന്നു. അപ്പോൾ ശരിക്കും ഏട്ടനെയും കുട്ടികളെയൊക്കെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇനി വന്നാൽ മതി എന്നായിരുന്നേ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വെച്ചു. താങ്ക്സ് ഗിവിങ് അല്ലേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിനകത്തുനിന്ന് ഞാൻ എല്ലാ സാധനങ്ങളും ഞാൻ പുറത്തെടുത്തു. എന്നിട്ട് ഫ്രിഡ്ജ് നന്നായിട്ട് അകം ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കി അകം ഫുൾ ക്ലീൻ ചെയ്തു. പിന്നെ പുറത്ത് എന്താ പറയുക, സാധാരണ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്ലീനിങ് ഒരു വൈപ്പ് കിട്ടുമല്ലോ, അപ്പം അതുപയോഗിച്ചിട്ട് പുറം നന്നായി ക്ലീൻ ചെയ്തു. കാര്യം ഇനിയിപ്പോൾ താങ്ക്സ് ഗിവിങ്ങിന് കുറച്ച് ബ്രേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീടൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് പിന്നെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ തുടങ്ങണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഫുൾ ക്ലീനൊക്കെ ചെയ്ത് വീടങ്ങ് റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പം നല്ല വിശപ്പായി. അപ്പോൾ ലഞ്ചിന് വേണ്ടി നോക്കുമ്പോഴത്തേക്കും അപ്പോൾ ഏട്ടനാണ് പറഞ്ഞത് ഇച്ചിരി ഒരു മീൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വറുക്കാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ ഈ മീൻ എടുത്തിട്ട്, ഇത് ശരിക്കും കിങ് ഫിഷ് ആയിരുന്നു, അതിനെ കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് മുറിച്ചിട്ടാണ് വറുത്തത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വറുക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലിട്ടുകൊണ്ട് സ്വാദ് ഇരട്ടിയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന പയറുപ്പേരി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ഉണ്ട്. പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഏട്ടൻ ഉണ്ടാക്കിയ രസകാളൻ. ഏട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഏട്ടൻ്റെ ഫ്രഷ് രസകാളൻ കൂട്ടി എനിക്കിന്ന് ചോറ് കഴിക്കണം. കാര്യം കുറച്ച് ദിവസമായിട്ട് ഇതൊന്നും കഴിക്കാഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യായിരുന്നു. പിന്നെ രസകാളൻ ഉണ്ടായിരുന്നു, പിന്നെ കടുമാങ്ങാച്ചാറും. ഇത്രയും കൂട്ടി അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.